പ്രേമലാൽ, ഈ ഇന്ത്യ ബംഗ്ലാദേശ് നമ്മൾ നമ്മുടെ അതിർത്തിയിലുള്ള ഒരു രാജ്യമാണ്. നമുക്ക് വളരെ നല്ല അടുപ്പമുള്ള ഒരു രാജ്യമാണ്. ഏതായാലും ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രധാനമന്ത്രി, അദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷം പുതിയൊരു സർക്കാർ വന്ന ശേഷം ഇന്ത്യയിലേക്ക് വരാതെ ചൈനയിലേക്കാണ് ആദ്യം പോയിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് ഒരു അത്ര കണ്ട് നല്ലൊരു സുഖമായിട്ട് തോന്നിയില്ല. അതിനെ സംബന്ധിച്ച് ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. സാധാരണ ഒരു വരുമ്പോൾ നമ്മളെ കാണാൻ വരുന്നതാണ്, തുടക്കത്തിൽ നമ്മൾ അടുത്ത് കിടക്കുന്ന രാജ്യം എന്ന രീതിയിൽ. അദ്ദേഹം താരിഖ് റഹ്മാൻ, അദ്ദേഹമാണല്ലോ പുതിയ പ്രധാനമന്ത്രി. ഒന്ന് വ്യക്തമാക്കാം, ഇതെന്താണ് ഈ സംഭവങ്ങൾ എന്നുള്ളത്? ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. ബംഗ്ലാദേശിൽ ഒരു പുതിയ ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ ആദ്യം ഔദ്യോഗിക സന്ദർശനം നടത്തുക സാധാരണഗതിയിൽ ഇന്ത്യയിലേക്കാണ്. അതിന്റെ കാരണം ആ രാജ്യം ഇന്ത്യയുടെ ദാനമായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ദാനമാണ്. 71 നടന്ന ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലൂടെ ഇന്ത്യയാണ് ആ രാജ്യം സൃഷ്ടിച്ചു കൊടുത്തത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന്റെ ഒരു നന്ദി, അല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ആ രീതിയിലായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് അവിടെ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ ഔപചാരിക സന്ദർശനത്തിന് ആദ്യം ഇന്ത്യയിൽ വരിക. ഇതിനു മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം ആദ്യം ഔദ്യോഗിക സന്ദർശനം നടത്തിയിരിക്കുന്ന വിദേശ രാജ്യം ചൈനയാണ്. കൂടാതെ അദ്ദേഹം മലേഷ്യയിലേക്കും പോയി. അത് പോയത് അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേൾഡ് എക്കണോമിക് ഫോറം, അതൊരു എന്താ പറയുക, ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് മലേഷ്യയിൽ പോയി. അതിനുശേഷം നേരെ ഔദ്യോഗിക സന്ദർശനം എന്ന പേരിൽ നേരെ ചൈനയിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഏതാണ്ട് 17ഓളം തന്ത്രപ്രധാനമായ കരാറുകൾ ഉണ്ടാക്കി. അത് പ്രധാനമായിട്ടും അടിസ്ഥാന സൗകര്യ വികസനം, വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലയിൽ 17ഓളം കരാറുകൾ. ഒപ്പം ബംഗ്ലാദേശുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം അത് ഞങ്ങൾ തുടരും. ബംഗ്ലാദേശിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വിദേശ ഇടപെടൽ ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ എല്ലാവിധ പിന്തുണയും കൊടുക്കും എന്നുള്ള ചൈന കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യക്കുള്ള ഭീഷണി എന്നതിനപ്പുറം അത് അമേരിക്കയ്ക്കുള്ള ഒരു താക്കീത് എന്ന നിലയിലാണ് അത് വ്യാഖ്യാനിക്കേണ്ടത്. കാര്യം അമേരിക്ക അവിടെ ഒരു സൈനിക താവളം, ചൈനയ്ക്കെതിരെ സൈനിക താവളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു സൂചന എന്ന്. അത് ഏതൊരു വിമാനത്താവളത്തിലൊക്കെ. അതെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിതിന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത് ഇന്ത്യയെ ബാധിക്കുന്ന ചില സംഗതികളല്ലെങ്കിലും സുപ്രധാനമായ 2 കാര്യങ്ങളിൽ ഇന്ത്യക്ക് ഗുരുതരമായ തിരിച്ചടി ഉണ്ടാകുന്ന 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതൊന്ന്, മോഗ്ല എന്ന് പറയുന്ന ഒരു തുറമുഖവും അതിനോടനുബന്ധിച്ചുള്ള വ്യവസായ സാമ്പത്തിക മേഖലയുടെ വികസനവും. അത് ഇന്ത്യൻ കമ്പനികളുമായിട്ട് കരാറായിരുന്ന ഒരു സംഗതിയാണ്. ഈ മോഗ്ല തുറമുഖം അത് ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് അതുണ്ട്. അതിൽ നിലവിൽ പ്രശ്നങ്ങളില്ല. ഇന്ത്യക്ക് ഒരു ടെർമിനൽ ഇന്ത്യക്ക് തന്നെ പ്രവർത്തിപ്പിക്കാവുന്ന നിലയിലാണ് നിലവിലെ കരാറുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ സാധനങ്ങൾ എത്തിച്ചിട്ട് അവിടെ നിന്ന് നമ്മുടെ ഈ ചിക്കൻ നെക്ക് വഴി എപ്പോഴും സാധനങ്ങൾ കൊണ്ടുപോവുക വലിയ പ്രയാസമാണ്. അത് റോഡ് മാർഗം കൊണ്ടുപോവുക. നമ്മുടെ അരുണാചൽ പ്രദേശ് അടക്കമുള്ള 7 സംസ്ഥാനങ്ങൾ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അങ്ങോട്ടേക്കുള്ള ഇന്ത്യയിലോട്ടുള്ള ഏക കണക്ടിവിറ്റി ചിക്കൻ നെക്ക് മാർഗമാണ്. പക്ഷേ ഈ മോഗ്ല തുറമുഖം വഴിയാണെങ്കിൽ ബംഗ്ലാദേശ് വഴി പെട്ടെന്ന് റോഡ് മാർഗം സാധന സാമഗ്രികൾ ഈ സംസ്ഥാനങ്ങളിൽ എത്തിക്കാം. അപ്പോൾ അതിന് ഇന്ത്യക്കുള്ള ഏറ്റവും അടുത്ത തുറമുഖം എന്ന നിലയിൽ മോഗ്ല തുറമുഖത്തിലെ ഒരു ടെർമിനൽ ഇന്ത്യക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അവകാശം തന്നിട്ടുണ്ട്. പക്ഷേ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു പ്രത്യേക വ്യവസായ സാമ്പത്തിക മേഖല, കൃത്യം പറഞ്ഞാൽ 110 ഏക്കർ വരുന്ന പ്രദേശത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനായിട്ടുള്ള ഒരു വമ്പൻ പ്രൊജക്റ്റായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ 6014 കോടി ടാക്ക, അതായത് ബംഗ്ലാദേശ് കറൻസിയിൽ 6014 കോടി ടാക്ക മുതൽ മുടക്കുള്ള ഒരു വമ്പൻ പദ്ധതിയായിരുന്നു പ്രഖ്യാപിക്കപ്പെട്ടത്. അതിൽ ഇന്ത്യ തന്നെ മുൻകൈ എടുക്കുന്നൊരു പദ്ധതി എന്ന നിലയിൽ അതിൽ 4459 കോടി ടാക്ക ഇന്ത്യ വായ്പയായിട്ട് അങ്ങോട്ട് കൊടുത്ത് നടപ്പിലാക്കുന്നതായിരുന്നു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് 965 കോടി ടാക്ക ഒരു ലോണായിട്ട് എക്സിം ബാങ്ക് ലോണായിട്ട് അതും തരപ്പെടുത്തി വെച്ചിരുന്നതാണ് ഇന്ത്യ. അതിൻ്റെ പക്ഷേ ഇപ്പോൾ ഇതിനു മുമ്പ് ഒരു ഇടക്കാല ഭരണകൂടം വന്നല്ലോ, നമ്മുടെ മുഹമ്മദ് യൂനിസിന്റെ കാലം. 2024 മുഹമ്മദ് യൂനിസ് ഈ കരാർ അങ്ങ് റദ്ദാക്കി. ഈ കരാർ റദ്ദാക്കി. ഇപ്പോൾ പുതിയ സർക്കാർ വന്നപ്പം ആ റദ്ദാക്കിയ കരാർ പുനഃപരിശോധിക്കുന്നതിന് പകരം നേരെ ചൈനയുമായിട്ട് പോയി ധാരണയിലാവുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം നമ്മുടെ കൊൽക്കത്ത എന്ന് പറയുന്ന നമ്മുടെ പശ്ചിമ ബംഗാളിൻ്റെ ഭാഗവുമായിട്ട് കഷ്ടിച്ച് 80 കിലോമീറ്റർ മാത്രമേ ഈ പറയുന്ന മോഗ്ല എന്ന് പറയുന്ന ഈ പ്രത്യേക സാമ്പത്തിക മേഖലയായിട്ട് അന്തരമുള്ളൂ. അപ്പോൾ അവിടെ ചൈനയുടെ വമ്പൻ നിക്ഷേപം വരികയും അവരുടെ വിവിധ ആൾക്കാർ അവിടെ തമ്പടിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സുരക്ഷാ ഭീഷണിയായിട്ട് വരാൻ
സാധ്യതയുണ്ട്. ഇത് കൂടാതെ ഇത് ബംഗാളിന് അടുത്തും കൂടെയാണ് അല്ലേ? അതെ. ഇത് കൂടാതെ ഇനി അതിൽ ചില സംഗതി എന്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലായില്ല എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണം. കാരണം ഇത് അത് കൃത്യം പറയുകയാണെങ്കിൽ 2018 ഇത് സംബന്ധിച്ചുള്ള ധാരണയായത്. അന്ന് ഷെയ്ഖ് ഹസീനയായിരുന്നു അവിടെ അധികാരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള ഹിരാനന്ദാനി ഗ്രൂപ്പ് അവർക്കായിരുന്നു ഈ കരാർ കൊടുത്തത്. 2022 ഇതിൻ്റെ അന്തിമ കരാറുമായതാണ്. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശ് ആരോപിക്കുന്നത് കരാറായതല്ലാണ്ട് അവിടെ യാതൊരുവിധ പ്രവർത്തനവും നടന്നില്ല. അതുകൊണ്ട് സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തിയാക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് സാധിച്ചില്ല. ആ ഒരു ന്യായീകരണം പറഞ്ഞിട്ടാണ് ഈ കരാർ റദ്ദാക്കുന്നത്. അതിൻ്റെ കാരണം ഈ 110 ഏക്കർ വരുന്ന ഈ പ്രദേശം ചതുപ്പ് നിലമാണ്. അപ്പോൾ അവിടെ ഈ അവിടുത്തെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത് അവിടെ ഒരു യോഗ്യമായ ഒരു ഭൂമികയാക്കി ഇത് മാറ്റാനായിട്ട് ഒരുപാട് പണച്ചെലവും ഒരുപാട് അധ്വാനവും വേണ്ടിവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മറ്റേ ഉപകരാറുകൾ കൊടുക്കാൻ ലേല നടപടികൾ നമ്മുടെ ഈ ഹിരാനന്ദാനി ഗ്രൂപ്പ് ശ്രമിച്ചെങ്കിലും പല കമ്പനികളും ആ ലേലത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ ഇവർക്ക് ആ ഭൂമി നിരപ്പാക്കി എടുക്കാനായിട്ട് പറ്റിയില്ല. ഇതുകൂടാതെ ഈ കരാർ പ്രകാരം അവിടെ ഈ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ ബംഗ്ലാദേശിൽ കുറവാണ്. ഇപ്പൊ ഇന്ത്യയിലുള്ള അത്രയും ഉരുക്കോ സിമെന്റോ ഒന്നും ബംഗ്ലാദേശിലില്ല. അപ്പൊ ഈ കരാർ പ്രകാരം ഈ അസംസ്കൃത വസ്തുക്കളെല്ലാം തന്നെ അതിന്റെ ഒരു 90% ഇന്ത്യയിൽ നിന്ന് തന്നെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഈ കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. അപ്പൊ ഈ കമ്പനിക്ക് ബംഗ്ലാദേശിൽ നിന്ന് അവിടുത്തെ ലോക്കൽ വിപണിയിൽ നിന്നൊന്നും വാങ്ങാനോ ഉപയോഗിക്കാനോ ഉള്ള അനുമതിയും കിട്ടിയില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഈ അന്തിമ കരാർ ആയെങ്കിൽ പോലും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനോ മറ്റു പരിപാടികളിലേക്ക് കടക്കാനോ ഇന്ത്യൻ കമ്പനികൾക്ക് സാധിച്ചില്ല. ഇതുകൂടാതെ ഈ പ്രവർത്തനം തുടങ്ങാത്തതിൻ്റെ പേരിൽ ഇവർക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്യാനും പറ്റിയില്ല. കൂടുതൽ പണം കണ്ടെത്തി സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാനായിട്ടുള്ള പരിപാടിയും പാളിപ്പോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കരാറായതല്ലാണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഇന്ത്യൻ കമ്പനികൾക്ക് പറ്റിയില്ല. ഏറ്റവും പ്രധാന സംഗതി, ഇതിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അത് ചർച്ചയിലൂടെയോ മറ്റോ പരിഹരിക്കാവുന്നതാണ്. പക്ഷേ സുപ്രധാന സംഗതി, അവിടെ ഷെയ്ഖ് ഹസീന പോയതിന് ശേഷം വന്ന മുഹമ്മദ് യൂനിസ് സർക്കാർ ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് ഏറ്റവും കൂടുതൽ എടുത്തത്. അപ്പോൾ സുപ്രധാനമായ ഒരു പദ്ധതിയിൽ ഇന്ത്യയുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ ഇന്ത്യയുടെ നിക്ഷേപം വരുന്നത് അവർ വലിയ രീതിയിൽ വിമുഖത കാണിച്ചു. ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെ പേരിൽ ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന് ഈ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ എക്കണോമിക് സോണിൽ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ സ്വാതന്ത്ര്യത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം കിട്ടിയേനെ. ആ ഒരു സംഗതി പോയി. പിന്നെ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു സുരക്ഷാ ആശങ്കയും അവിടെ ഉണ്ട്. ഇനി ഈ പറയുന്ന 110 ഏക്കർ വരുന്ന പ്രദേശത്ത് അവർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ടെലികമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, പിന്നെ ചില വെയർഹൗസുകൾ എന്ന് വെച്ചാൽ ഈ സംഭരണശാലകൾ ഉണ്ടാക്കുക, ചില നിർമ്മാണശാലകൾ ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു അവർ പദ്ധതി ഇട്ടിരുന്നത്. ഇപ്പം നിലവിൽ ബംഗ്ലാദേശ് എക്കണോമിക് സോൺ അതോറിറ്റി BEZ ബെസ അവരും ചൈന സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനുമായിട്ട്, അതായത് CCECC എന്നുള്ളതാണ്, അവരുമായിട്ടാണിപ്പോൾ കരാറായിരിക്കുന്നത്. അതിൻ്റെ നടപടികളിലേക്ക് കടക്കാനും തീരുമാനിച്ചു. ഇനി ഈ താരിഖ് റഹ്മാൻ്റെ സന്ദർശനത്തിൽ ഇന്ത്യക്കെതിരെ ഉണ്ടായ മറ്റൊരു സുപ്രധാന നീക്കം, തീസ്ത നദീ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടും ചൈനയുമായിട്ട് ധാരണയായിട്ടുണ്ട്. ഈ തീസ്ത നദി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിക്കിമിൽ നിന്ന് ഉത്ഭവിച്ച് പശ്ചിമ ബംഗാൾ വഴി കടന്ന് ബംഗ്ലാദേശിലോട്ട് പോകുന്നതാണ് ഈ തീസ്ത നദി. അപ്പോൾ അവിടെ ഈ പ്രളയകാലത്ത് വലിയ വെള്ളപ്പൊക്കവും വലിയ പ്രശ്നങ്ങളും ബംഗ്ലാദേശിൽ സൃഷ്ടിക്കുന്ന ഒരു നദി കൂടിയാണ്. അപ്പോൾ ആ പ്രദേശത്തെ ഈ പ്രളയമുക്തമാക്കാൻ വേണ്ട പദ്ധതികളിൽ ഇന്ത്യ മുതൽ മുടക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. ആ രീതിയിലുള്ള ചർച്ചകൾ മുമ്പോട്ട് പോയതാണ്. അതും ഈ നേരത്തെ പറഞ്ഞ സമാനമായ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്നും ഇന്ത്യയെ അവർ പുറത്താക്കുന്ന ഒരവസ്ഥ വന്നു. $1 ബില്യൺ ഭീമമായ ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് പ്രകാരം ഈ നദി ഓരത്തെ ഏതാണ്ട് 100 കിലോമീറ്ററോളം വരുന്ന അതിലധികം വരുന്ന പ്രദേശത്തെ നദീതടങ്ങൾ വിപുലപ്പെടുത്തുകയും അവിടുത്തെ നദിയിൽ ഖനനം നടത്തി അതിൻ്റെ ആഴം കൂട്ടലും, പിന്നെ ഇതേ പ്രളയ സാധ്യതയുള്ള മേഖലകളിലൊക്കെ സംരക്ഷണ ഭിത്തികളും ബണ്ടുകളും അടക്കമുള്ളവ നിർമ്മിക്കലൊക്കെ ആയിരുന്നു ഈ പദ്ധതിയിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും ഇപ്പോൾ ചൈനയുമായിട്ട് ഇവർ ധാരണയായിട്ടുണ്ട്. അപ്പോൾ ഇത് 2011 ബംഗ്ലാദേശ് സർക്കാരും ഇന്ത്യൻ സർക്കാരുമായിട്ട് ഈ നദിയിലെ പങ്കുവയ്ക്കൽ സംബന്ധിച്ചൊക്കെ ധാരണയായിരുന്നു. പക്ഷേ അന്ന് അവിടെ ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാൾ സർക്കാരിലെ മമതാ ബാനർജി ഭരണകൂടം ഈ കരാറിൽ നടപ്പിലാക്കാൻ സമ്മതിച്ചില്ല. കാരണം ഈ നദിയിലെ വെള്ളം ഉപയോഗിച്ചാണ് ബംഗാളിൽ കൃഷി അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരതിന് സമ്മതിച്ചില്ല എന്നുള്ളത് കൂടിയാണ്.
ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആ മോഗ്ല പോർട്ട് പദ്ധതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സംഗതി കൂടിയുണ്ട്. അവിടെ റെയിൽ കണക്ടിവിറ്റി അത് ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കിയതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ മുതൽ മുടക്കിൽ ഇന്ത്യ അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ താരിഖ് റഹ്മാൻ ഭരണകൂടം ഇപ്പോൾ ഇന്ത്യയെ പൂർണ്ണമായിട്ടും പുറത്തായിക്കൊണ്ട് ചൈനയുമായിട്ട് കൈകോർത്തിരിക്കുന്നത്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശങ്ക വരുന്നത് ചൈന വെറുതെ കണ്ടല്ല ഈ പദ്ധതിയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ചൈനയ്ക്ക് പേൾ ഓഫ് സ്ട്രിങ്സ് എന്ന് പറയുന്ന ഒരു ഹിഡൻ അജണ്ട കൂടിയുണ്ട്. പേൾ ഓഫ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സമുദ്രമേഖലയുണ്ടല്ലോ, അതായത് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും, ഈ മേഖലയിൽ വിവിധ തുറമുഖങ്ങൾ സ്ഥാപിച്ച് സൈനികമായും അല്ലെങ്കിൽ വാണിജ്യപരമായിട്ട് ഇന്ത്യയെ വളയുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പാകിസ്ഥാനിലെ ഗദ്വാറിൽ ചൈന ഒരു തുറമുഖം സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ അവരൊരു തുറമുഖം സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന നേരത്തെ ബംഗ്ലാദേശിൽ ഓൾറെഡി അവർക്ക് ഒരു തുറമുഖമുണ്ട്, ചിറ്റഗോങ്ങിലൊരു തുറമുഖമുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ മോഗ്ലയിലും അവർക്ക് ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത്. ഇതുകൂടാതെ അവർ മ്യാൻമാറിലും ജിബൂട്ടിയിലും ചൈന തുറമുഖങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിൽ ഒരു തുറമുഖത്തിൽ നേരിട്ട് അവർ ഇടപെടുന്നതിലേക്ക് കൂടി തൊട്ടടുത്ത കേന്ദ്രങ്ങളിൽ വ്യവസായ മേഖലകളിൽ ചൈനീസ് സാന്നിധ്യം വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സുരക്ഷ സംബന്ധിച്ചുള്ള വലിയൊരു ആശങ്ക കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഇനി മറ്റേ തീസ്ത നദീ സംരക്ഷണവും ഒരു സുരക്ഷാ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ തീസ്ത നദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെയും നടക്കുന്നത് ഈ ചിക്കൻ നെക്ക് മേഖലയിലാണ്. അപ്പോൾ അവിടെയും ചൈനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവരുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് അവിടെയും ഇന്ത്യക്ക് വലിയ സുരക്ഷാ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിൽ വന്ന സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ ഭരണകൂടങ്ങളിൽ ഉണ്ടായ സമീപനത്തിൻ്റെ മാറ്റം വലിയ തലവേദന നമുക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഇന്ത്യ ഇങ്ങനെ ഒരു സുപ്രധാന മാറ്റം ഉണ്ടായ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ കരാറിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി ചൈനയുമായിട്ട് കരാറിലുണ്ടാക്കിയ ആ ഒരു സവിശേഷ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു പ്രതികരണത്തിനോ വിശദീകരണത്തിനോ തൽക്കാലം നമ്മളിപ്പോൾ മുതിർന്നിട്ടില്ല.